എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അച്ഛൻ ഏത് വിധവും ചേട്ടനെ നശിപ്പിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും കണ്ണീരൊഴുക്കാന്നുള്ളതല്ലാതെ. വാസന്തി ധൈര്യമായിരിക്കും. അച്ഛന്റെ ഓലപ്പാമ്പ് കണ്ടൊന്നും ഞാൻ വിരളില്ല. ആ ഒറ്റ വിശ്വാസമേ എനിക്കുള്ളൂ. എന്നാൽ ധൈര്യമായി പൊയ്ക്കോളൂ. അച്ഛൻ ഇനി പല ചതിവിനും കെണിയൊരുക്കും. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. വളരെ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? കൊലക്കേസിൽ വരെ കുടുക്കിയില്ലേ? നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ വൈരാഗ്യത്തിന് കാരണം എന്താ? ആ മനുഷ്യൻ എന്നോട് തന്നെ ചെയ്യണം. ഞാൻ അയാളെ അത്രത്തോളം സഹായിച്ചവനാണ്. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാസന്തിയുടെ അച്ഛന് മറ്റൊരു മകനുണ്ടെന്നുള്ള സത്യം വാസന്തിക്കറിയാം. അച്ഛന് മറ്റൊരു മകനോ? അവിഹിത ബന്ധത്തിൽ ജനിച്ച ആ കുഞ്ഞിനെ ഇതുവരെ. നീ എന്തിനു സംശയിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാ എന്നെ കൊലക്കുടിന്ന് പുറത്താക്കും. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്റെയല്ലേ? തമ്പ്രാൻ പറയുന്നത് സത്യമാണോ? എന്നെ ചതിക്കല്ലേ? നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ. കഷ്ടം. അയ്യോ, അതുകൊണ്ടല്ല. അപ്പോ നിനക്കെന്നെ വേണ്ടേ? അയ്യോ തമ്പ്ര. കല്ലി. അയ്യോ, ആരെങ്കിലും കാണും. അയ്യോ അയ്യോ തമ്പ്ര. അയ്യോ അയ്യോ. തമ്പ്ര, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതാകും. തമ്പ്ര, ഞങ്ങളെ രക്ഷിക്കണേ. ഇല്ല, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളെ. ദേവകി, നീ എന്നെ അവമാനിക്കരുത്. എവിടെയെങ്കിലും പോയി ജീവിക്കേ. തമ്പ്രാൻ എന്നെ രക്ഷിച്ചോളാന്ന് പറഞ്ഞല്ലേ എന്നെ ചതിച്ചത്. ഞാനൊന്ന് പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നാ കൊണ്ടാണെന്ന് തെണ്ട്. ഞാൻ അറിഞ്ഞില്ലെന്ന് പറയും. തമ്പ്ര, എന്റെ തമ്പ്ര. നിൽക്കവിടെ. ഇവിടെ പോകുന്നു. എന്റെ പെങ്ങളെ വഴിയാധാരമാക്കിയിട്ട് പോവുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല, ഒരു പാവപ്പെട്ട കൊലയിപ്പിണെ വഴിയാധാരമാക്കിയിട്ട് തടിതപ്പാണ്. അവർ കണ്ടവാനം നടന്നതിന് എന്നെ പിടിച്ചു കുരുക്കാവുന്നു. മിണ്ടിപ്പോരുത്. കൊന്നീ കുടിലിനകത്ത് കുഴിച്ചു മൂടും. പിടിച്ചു കെട്ടി നീ മാനിനെ നാട്ടുകാർ കാണട്ടെ. മിസ്റ്റർ രാഘവൻ നായർ, ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മിസ്റ്റർ രാമു, അത്ര വലിയ ബഹുമാനമൊന്നും വേണ്ട. പറയുന്ന അനുസരിച്ചാൽ മതി. എന്നെ അവമാനിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇവൾക്കും ഇവളുടെ കുഞ്ഞിനും ചിലവിന് കൊടുക്കണം. എനിക്കൊരു മകളുണ്ട്. അമ്മയില്ലാത്ത അവൾ ഈ ബന്ധം അറിഞ്ഞാൽ ഭർത്താവില്ലാതെ പ്രസവിക്കേണ്ടി വരുന്ന ഇവളുടെ കഴിയോ? മിസ്റ്റർ രാമു, ഞാനൊരു പൊതുപ്രവർത്തനാണെന്ന് അറിയാമല്ലോ. എന്നെ രക്ഷിക്കണം. ഇങ്ങനെ കുറെ പൊതുപ്രവർത്തകരെ കിട്ടിയാൽ നാട് രക്ഷപ്പെടും. മിസ്റ്റർ രാമു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ചുറ്റുപാടിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിക്കണം. തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനൊരു ഉപായം പറയാം. നിങ്ങൾ മാസാമാസം ഇവൾക്ക് ചിലവിന് വേണ്ട തുക എന്നെ ഏൽപ്പിക്കുക. ഞാൻ ഇവിടെ എത്തിച്ചു കൊടുക്കും. ഞാനിത് ആരോടും പറയില്ല. നിങ്ങളുടെ മാന്യതയ്ക്ക് കോട്ടവും തട്ടില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. രാമു പറയുന്ന പോലെ അനുസരിക്കാം. പക്ഷെ വാക്ക് തെറ്റിയാൽ ഞാൻ ഇവരെ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. ആരുടെ തെറ്റായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ മേലിൽ സഹോദരനവർക്ക് അപമാനം ഉണ്ടാക്കി വെക്കരുത്. ഇല്ല തമ്പ്ര. ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത് എന്നെയാണ് അയാൾ കൊലക്കേസിൽ പ്രതിയാക്കിയത്. ചേട്ടനെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ഞാൻ വ്രതമാണ്. വിശേഷിക്കുന്ന ദൈവങ്ങളല്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എന്നെ കൈവിടില്ല ചേട്ടാ. വിശ്വാസം രക്ഷിക്കട്ടെ. അടുത്ത ആഴ്ച വിധി പറയും. ഈശ്വരാ. ചിലപ്പോൾ എന്നെ തൂക്കിക്കൊന്നു വരും. ചേട്ടാ, കൊലയ്ക്ക് കൊലയാണല്ലോ ചിട്ട. ആ വാർത്ത കേൾക്കാൻ ഞാൻ ജീവിച്ചിരിക്കില്ല ചേട്ടാ. അങ്ങനെ പറയരുത് വാസന്തി. എന്നെ തൂക്കിക്കൊന്നാലും ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വാസന്തിയെയും വാസുവിനെയും പോലെയുള്ളവർ ജീവിച്ചിരിക്കുമല്ലോ എന്ന ചിന്ത മാത്രമാണ് എനിക്കൊരാശ്വാസം. മോളെ വാസന്തി, നീ എന്താ അച്ഛനെ കാണുമ്പോഴൊക്കെ മുഖം പോലും ഇങ്ങോട്ട് തിരിക്കാതെ പോയി കളയുന്നത്? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ മോളെ.
പക്ഷെ നീ ഞാൻ പോട്ടെ അച്ഛാ. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വേദന അമ്മ കൂടി പങ്കിടുവായിരുന്നു. മോളെ അമ്മ രക്ഷപ്പെട്ടു. മോളെ